കോപ്പ അമേരിക്ക ഫുട്ബോൾ ബ്രസീൽ കൊളംബിയ മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. റാഫിഞ്ഞയിലൂടെ ബ്രസീലാണ് ആദ്യം ലീഡെടുത്തത്. പക്ഷേ മൂനസിലൂടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് കൊളംബിയ മത്സരം സമനില പിടിച്ചിരുന്നു. ഇരു ടീമുകളും ഓരോ വീതം ഗോൾ സ്കോർ ചെയ്തു. മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. നിലവിൽ കൊളംബിയയും ബ്രസീലും ഡി ഗ്രൂപ്പിൽ നിന്നും ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് കൊളംബിയയുടെ വരവ്. പക്ഷേ രണ്ടാം സ്ഥാനക്കാരായിട്ട് വരുന്ന ബ്രസീലിന് ക്വാർട്ടർ ഫൈനലിലെ എതിരാളികളായി വരിക സി ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായ ഉറുഗ്വയാണ്. എന്തായാലും ഉറുഗ്വ അതുപോലെ ബ്രസീൽ പോരാട്ടം വരുന്നത് ജൂലൈ 7 ഞായറാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 6:30-നാണ്. ഉറുഗ്വ ബ്രസീൽ അതുപോലെയുള്ള ഇത്തവണത്തെ കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെ ആയിരിക്കും. കാരണം സി ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഉറുഗ്വയുടെ വരവ്. ബ്രസീലാകട്ടെ അവസാന 2 മത്സരങ്ങളിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തുന്നു എന്നതിൻ്റെ ഒരു സൂചനയൊക്കെ നൽകിക്കഴിഞ്ഞു. എന്തായാലും വിഖ്യാതമായ പരിശീലകൻ മാഴ്സലോ ബിയൽസയ്ക്ക് കീഴിൽ വരുന്ന ഉറുഗ്വ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഡോളിവർ ജൂനിയർക്ക് ഇതൊരു കടുത്ത പരീക്ഷണം തന്നെയായിരിക്കും ഉറുഗ്വയ്ക്കെതിരെയുള്ള പോരാട്ടം. എന്തായാലും വിനീഷ്യസ് ജൂനിയർ, ന്യൂനസ് പോരാട്ടമൊക്കെ ആയിരിക്കും ക്വാർട്ടർ ഫൈനലിൽ വരാനിരിക്കുന്നത്. വിനീഷ്യസ് ജൂനിയർ, റാഫിഞ്ഞോ ഒക്കെ നിലവിൽ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എന്തായാലും ഒരു ന്യൂനസ് വിനീഷ്യസ് ജൂനിയർ പോരാട്ടം, മാഴ്സലോ ബിയൽസയുടെ ഡോളിവർ ജൂനിയർ തമ്മിലുള്ള ഒരു പോരാട്ടം എന്തായാലും ആവേശകരമായ പോരാട്ടമായിരിക്കും. രണ്ട് മികച്ച പരിശീലകരും അതുപോലെ മികച്ച താരങ്ങളും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ കാണാൻ കഴിയുക. എന്തായാലും കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ഉറുഗ്വ പോരാട്ടം ജൂലൈ 7 ഞായറാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 6:30-നാണ്. എന്തായാലും കോപ്പ അമേരിക്കയിലെ തകർപ്പൻ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളിൽ ഒന്നായിരിക്കും ഇത്.